Let him go. We will hire another rickshaw. No, I want to go. Please wait. Let him go. ദേവി അവന് പറഞ്ഞതിൽ കൂടുതൽ പണം കൊടുത്തയച്ചു. ദേവി പെട്ടെന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ്. ഹാവ് ഐ ഗിവൻ യു എനി ഹോപ്പ്? തന്നിട്ടുണ്ടെന്ന് പറയാനാണോ പെണ്ണെ? ഞാൻ പറഞ്ഞു. സരസ്വതി ദേവി ഒരാശയും തന്നിട്ടില്ല. ഞാൻ കാത്തിരുന്നോളാം. എന്നാൽ അനന്തതയോളം കാത്തിരിക്കണം. എറ്റേർണിറ്റി എന്നാണ് അവൾ ഉപയോഗിച്ച വാക്ക്. ശരി, അനന്തതയോളം ഞാൻ കാത്തിരുന്നോളാം. അങ്ങനെയൊക്കെ പറയല്ലേ. പിന്നെ എന്താണ് പെണ്ണെ ഞാൻ പറയേണ്ടത്? ഞാൻ പറഞ്ഞു. ഞാൻ സ്നേഹിക്കുന്നു. ദേവി എന്നെ സ്നേഹിക്കേണ്ട. ദേവി ചിരിച്ചു. ബിബിയെ കെട്ടാൻ പകുതി മനസ്സുണ്ടല്ലേ? അതെ, എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ സ്നേഹിച്ചു കൊള്ളാം. എന്തൊരു കുഴപ്പമാണെന്ന് ആലോചിക്കേ. ആദ്യം ആ എഴുത്ത് ദേവി അയച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ രഹസ്യം ഒരിക്കലും അറിയിക്കില്ലായിരുന്നു. ഞാനൊരു വിഡ്ഢിയാണ്. ദേവി വിവരണവദനയായി മേശമേൽ കുമ്പിട്ടു. മുലകൾ രണ്ടും മുഴുപ്പോടെ എൻ്റെ തൊട്ടടുത്ത്. യെസ്, ബ്ലഡി ഫൂൾ, ഞാൻ പറഞ്ഞു. എനിക്കിനി മറുപടി അയക്കേണ്ട എന്ന് കത്തയച്ചില്ലേ? അന്ന് ഞാൻ കരഞ്ഞു. യുഗങ്ങളായിട്ട്. ബ്ലഡി ഫൂൾ. ഞാൻ കത്തയക്കേണ്ട എന്ന് എഴുതിയപ്പോൾ കരഞ്ഞതിന്? ദേവി സത്യം പറയൂ. ദേവി കമിഴ്ന്ന് പൊട്ടിച്ചിരിച്ചു. ദേവി, നമുക്ക് എൻ്റെ താമസ സ്ഥലത്ത് പോകാം. അയ്യോ വേണ്ട. സൊസൈറ്റി. എന്ത് സൊസൈറ്റി? ഈ പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ മദ്രാസിൽ പോകും. ഞാനും കൂടെ വരൂ. അവിടെ സൊസൈറ്റി അത്ര പ്രശ്നമാവില്ല. ഐ വിൽ എൻ്റർടൈൻ യു ദർ. ഞാൻ ആ പുസ്തകം കൊടുത്തു. ദേവി പറഞ്ഞു. വേണ്ട. എന്തിനാണ് എനിക്ക് ഈ പുസ്തകങ്ങളെല്ലാം തരുന്നത്? ചുമ്മാ. ദേവി വായിക്കൂ. എനിക്ക് പണമുണ്ട്. ഞാൻ വാങ്ങിച്ചു വായിച്ചുകൊള്ളാം. ഓ, എന്നാലും ഇത് ഞാൻ വന്നതല്ലേ. ദേവി വാങ്ങി. അതിൽ ഒരു പേജിൽ എൻ്റെ പേരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പേര് ഒരു കടലാസിലെഴുതി ബഷീറിൻ്റെ പേരിൻ്റെ പുറത്തൊട്ടിച്ചോട്ടെ. സരസ്വതി ദേവി ബഷീർ ആകാൻ പോവാണെന്നാണോ? ഓ യെസ്, ഇഷ്ടംപോലെ ചെയ്യൂ. അയ്യോ, സൗമിനിയും മറ്റും നമുക്കിറങ്ങി നോക്കാം. വേണ്ട. എന്ന് പോകുന്നു? നാളെ. വരട്ടെ. ആ ലേഖനം KS പ്രസ്സിൽ എത്തിച്ചിട്ട് നോക്കിയിട്ട് പോയാൽ മതി. സാരമില്ല. അപ്പോൾ സഹോദരിയുടെ വിവാഹത്തോട് ഒരുമിച്ച് വിവാഹമുണ്ടല്ലേ? എൻ്റേതോ? അത് കഴിഞ്ഞു. ഓ, അത്രമാത്രം. കല്യാണം കഴിച്ചോളാൻ പറയാത്തത് പെണ്ണെ? ഞാൻ പറഞ്ഞു. ദേവി, ഞാൻ ചെന്നിട്ട് എഴുതാം 2 അഡ്രസ്സിലും. വീട്ടിലേക്ക് ഇംഗ്ലീഷിൽ അയച്ചാൽ മതി. കഴിയുമെങ്കിൽ അല്ലെങ്കിൽ കോളേജിലേക്ക് അയക്കുക. ചെന്നിട്ട് സഹോദരിയോട് എൻ്റെ അന്വേഷണം പറയണം. വലിയ വിദ്യാഭ്യാസമുള്ളതല്ല. അത് വലിയ കാര്യമല്ല എന്ന മട്ടിൽ. ഓ, എന്ത് വിദ്യാഭ്യാസം? ഓ, അതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കേ. ദേവി തന്ന പേന എൻ്റെ കയ്യിൽ കണ്ടു. എങ്ങനെ ഇരിക്കുന്നു? നന്നോ? സുഖമായി എഴുതുന്നു. ആദ്യം കുറേ ബഹളമൊക്കെ കാണിച്ചു. ഇപ്പോൾ ശാന്തം. ദേവി ഓർത്തോർത്ത് മന്ദഹസിച്ചുകൊണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പുതിയ പേന വരട്ടെ? അതും തരാം. വേണ്ട, ഇത് മതി. രണ്ടും ഇരിക്കട്ടെ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. അച്ഛാ, ഹെഡ് മാസ്റ്റർ ഞാൻ മിടുക്കിയാണെന്ന് പറഞ്ഞു. ആ ചിത്രം എൻ്റെ ഭാവനയിൽ വന്നു. ദേവിക്ക് 22.5 വയസ്സായിട്ടുണ്ടെങ്കിലും BSc പാസ്സായിട്ടുണ്ടെങ്കിലും വലിയ പ്രസംഗക്കാരിയാണെങ്കിലും എനിക്ക് തോന്നി ദേവി ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞാണെന്ന്. ഞാൻ പറഞ്ഞു. ദേവി, യു ആർ ഓൺലി എ ബഡ് സ്റ്റിൽ. ദേവി ആകെ ഇളകി. ഹോ എന്ന് പറഞ്ഞ് എന്നെ നോക്കി. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കാൻ ഭാവിക്കുന്ന മട്ടിൽ കുറേ കഴിഞ്ഞ് പറയുകയാണ്. ഞാനൊരു ബഡാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. വിഷാദമധുരമായ മോഹനകാവ്യം എന്നോ? മറ്റാരും വിളിച്ചിട്ടില്ല. ദേവി എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ദേവിയുടെ പ്രേമകഥ ഓർത്തു. അതെന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല? ദേവി സ്വന്തം ആത്മകഥയിൽ ഒരു ഭാഗം വിട്ടുകളഞ്ഞു. ബാക്കിയെല്ലാം ശരിയാണ്. വിട്ടുകളഞ്ഞത് ഏത് ഭാഗം? പ്രേമം. വിട്ടുകളഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയോ? ഉവ്. കുറേ സമയം ഉണ്ടാതിരുന്നിട്ട്. എന്നാൽ ഇല്ല. നിശബ്ദത വീണ്ടും. ദേവി. അയ്യോ, ഞാൻ പോകട്ടെ. ഞാൻ വെളിയിലേക്ക് നോക്കി. വിഷമിച്ച് നിൽക്കുന്നു സൗമിനി. കൂടെ 4-5 സ്ത്രീകളുമുണ്ട്. നാടൻ മട്ടിൽ വസ്ത്രധാരണം ചെയ്തവർ. ഞാൻ പറഞ്ഞു. ദേവി അനങ്ങല്ലേ? സൗമിനി, ബഷീറിനെ കണ്ടോ? ഇല്ല. അവർ പോകട്ടെ. അവർ പാർക്കിലുണ്ടായിരുന്നു. പോകട്ടെ. ഭയപ്പെടാതിരിക്കൂ. ഈശ്വര, ഞാൻ എന്തെല്ലാം കുഴപ്പങ്ങളിലാണ് ചെന്ന് ചാടുന്നത്. സാരമില്ല, ഭയപ്പെടാതിരിക്കൂ. സൗമിനി ജഗലാണ്. അവൾ സംശയിക്കുന്നു. ലോകം മുഴുവൻ സംശയിക്കട്ടെ. നിങ്ങൾക്കത് പറയാം. പുരുഷനല്ലേ? ഓ. ദേവി ഉടനെ മന്ദഹസിച്ചു. ഞാൻ പോകട്ടെ. ഇനി എന്ന് കാണും? എപ്പോഴും. ദേവി ചിരിച്ചുകൊണ്ട് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അറിയാതെ അതോ അറിഞ്ഞുകൊണ്ടോ ആ തങ്കം പോലുള്ള കൈത്തണ്ടയിൽ ബ്ലൗസിൻ്റെ കൈയുടെ അടുത്ത് നഗ്നമായ ഭാഗത്ത് ഞാൻ എൻ്റെ വലത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് തൊട്ടു. മുൻ ആലോചന കൂടാതെ അങ്ങനെ സംഭവിച്ചെന്ന് മാത്രം. കുറേ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി റോഡിൽ ചെന്ന് കിഴക്കോട്ട് നോക്കി. ഒരു വരിയായി സ്ത്രീകൾ പോകുന്നു. നടുക്ക് കറുത്ത സാരിയും വെള്ള ബ്ലൗസും. ഒരറ്റത്ത് ചുവന്ന സാരി ധരിച്ച സൗമിനി. ബാക്കിയുള്ളവരെല്ലാം വെള്ള വസ്ത്രം. ഞാൻ ആ കറുത്ത സാരിയിൽ നോക്കി നിന്നു. കുറേ കഴിഞ്ഞ് അത് മറഞ്ഞു. ഞാൻ നേരെ പത്രം ഓഫീസിൽ പോയി. KS ആർട്ടിക്കിൾ കൊടുത്തിട്ടില്ല. എനിക്ക് വന്നു കിടന്ന എഴുത്തും പൊളിച്ച് വായിച്ചു പോലുമില്ല. ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു വായിച്ച് ഇവിടെ ഇരുന്നു. എന്നിട്ട്
എൻ്റർടൈൻ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്തെന്ന് നോക്കി. ദേവി പറഞ്ഞല്ലോ, മദ്രാസിൽ ദേവി താമസമാക്കുമ്പോൾ ഞാൻ ചെല്ലണമെന്നും എന്നെ എൻ്റർടൈൻ ചെയ്യാമെന്നും. ദേവി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നിഘണ്ടു നോക്കി. എൻ്റർടൈൻ, പൂജിക്കുക, സമ്മാനിക്കുക, അർച്ചിക്കുക, സൽക്കരിക്കുക, ആതിഥ്യം ചെയ്യുക, വിനോദിപ്പിക്കുക, രമിപ്പിക്കുക. ഇതിലേതാണ് പെണ്ണെ സരസ്വതി ദേവി നീ ഉദ്ദേശിക്കുന്നത്? അതെന്തെന്ന് സൂചന കിട്ടിയത് പിറ്റേ ദിവസമാണ്. ദേവിയെപ്പറ്റി വിചാരിച്ചുകൊണ്ട് ദേവി തന്ന പേന കൊണ്ട് ദേവിക്ക് പ്രേമലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയക്കാനല്ല, ചുമ്മാ എഴുതുകയായിരുന്നു. മനസ്സിൽ തിങ്ങി വിങ്ങുന്നത് കടലാസിൽ പകർത്തി ഞാനത് വലിച്ചു കീറി മുറിയിലിട്ടിട്ട് വീണ്ടും എഴുതുകയായിരുന്നു. വെള്ളിയാഴ്ചയാണ്. മണി 12:30 കഴിഞ്ഞു കാണും. ഞാൻ ഒരിക്കലും അല്ലാത്തവണ്ണം അന്ന് കുളിച്ചില്ല. വെളുപ്പിനെ എണീറ്റു. നല്ല തണുപ്പുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ട് കുളിക്കാമെന്ന് കരുതി. അങ്ങനെ സമയം കഴിഞ്ഞു. ഞാൻ ഷേവും ചെയ്തിട്ടില്ലായിരുന്നു. ഷർട്ടും മുണ്ടും നന്നേ മുഷിഞ്ഞു വരുന്നു. ഊണും കൊണ്ട് പയ്യൻ വന്നു. സാറിന് ഒരു ബുക്ക് പോസ്റ്റ് വന്ന് കിടപ്പുണ്ട്. സാർ ചെന്ന് ഒപ്പിട്ട് വാങ്ങണമെന്ന് മാനേജർ പറഞ്ഞു. അത് പ്രസ്സിലുണ്ട്. എന്ത് ബുക്ക് പോസ്റ്റ്? സരസ്വതി ദേവി ആയിരിക്കുമോ? ഒരു ചെറിയ അന്തലുണ്ടായി. മനസ്സിൽ ദേഷ്യക്കാരി. ഞാൻ കൊടുത്ത പുസ്തകങ്ങളെങ്ങാൻ തിരികെ അയച്ചതായിരിക്കുമോ? ഞാൻ ഊണ് കഴിക്കാതെ താഴെ ഇറങ്ങി. നീ ഉണ്ടോളൂ എന്ന് പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി. ഒരു വണ്ടി പിടിച്ച് നേരെ പത്രം ഓഫീസിൽ ചെന്ന് ഒപ്പിട്ട് കൊടുത്ത പാഴ്സൽ തുറന്നു. ഞാൻ ആഹ്ലാദിച്ചു. അധ്യാപക പൗരൻ, കോട്ടയത്ത് നിന്ന് ഒരു സുഹൃത്ത്. വേറൊരാളോട് കടം വാങ്ങി അയച്ചിരിക്കുകയാണ്. അത് കിട്ടിയാലേ പുതിയ പുസ്തകം ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പുസ്തകം ഒരു 10 കൊല്ലം മുമ്പ് അച്ചടിച്ചതാണ്. മാർക്കറ്റിലുള്ളതല്ല. ദേവി അത് പലരോട് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാണ്. KS-നോട് പറഞ്ഞിരുന്നു. എന്നോട് അതേപ്പറ്റി 1-2 കുറി ചോദിച്ചിട്ടുള്ളതാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുമായി ഞാൻ നേരെ BT കോളേജിൽ ചെന്നു. ദേവി ക്ലാസ്സിലാണ്. മാസ്റ്റർമാരും വിദ്യാർത്ഥികളും എന്നെ അറിയില്ല. ഞാൻ വരാന്തയിൽ മറുകസേരയിലിരുന്നു. സരസ്വതി ദേവിയെ കാണണം എന്ന് ഒരു മാസ്റ്ററോട് ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻവശത്ത് ഒരു സ്ക്രീനിൻ്റെ അടുത്ത് നിന്ന് പല വർണ്ണത്തിലുള്ള സാരി ധരിച്ച ഒരു യുവതി എത്തി നോക്കി. ആരടാ ദേവിയെ അന്വേഷിക്കുന്ന ഈ മനുഷ്യൻ എന്ന ഭാവത്തിൽ ഒരു നോട്ടം. എന്നിട്ട് ഓ ഏതോ ഒരു എന്താ പറയുക എന്ന മട്ടിൽ പറഞ്ഞു. ആ ശ്രീമതി ജനലിനടുത്ത് വന്നു. വീണ്ടും എന്നെ കൂടെ നോക്കുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥികളും അങ്ങുമിങ്ങും നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ 2 തരുണികൾ എന്നെ നോക്കുന്നു. കാണാൻ കൊള്ളാവുന്നവർ തന്നെ. ഞാൻ ഒരു സിഗരറ്റ് കത്തിച്ച് ഗമയിൽ പുകവിട്ടെങ്കിലും ആകെപ്പാടെ ഒരു അസുഖം തോന്നി. അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു. വിശാലമായ പറമ്പ്, മതിൽക്കെട്ടിനടുത്തുള്ള കെട്ടിടങ്ങൾ, പൂന്തോട്ടം, വൃക്ഷങ്ങൾ, തണുത്ത കാറ്റ്, പച്ച പുൽത്തകിടി, പുറമെ വളരെ വൃത്തി തോന്നിക്കുന്നതും സിമൻറ്റിട്ടതുമായ മൂത്രപ്പുര. അതിനകത്ത് ഞാൻ പോയില്ല. അതുകൊണ്ട് അകത്തെ സ്ഥിതി അറിഞ്ഞുകൂടാ. അങ്ങോട്ട് 2 യുവതികൾ പോകുന്നത് കണ്ടു. അവരും എന്നെ നോക്കി. 2 സുന്ദരികൾ. ആരടാ ആ കഷണ്ടി എന്ന ഭാവത്തിൽ നോക്കിയിട്ട് 2 പേരും തമ്മിൽ എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മൂത്തപ്പുരയിലേക്ക് പോയി. അവർ തിരികെ വരുമ്പോഴും എന്നെ നോക്കി കുശുകുശുത്ത് കിക്കി എന്നുള്ള യുവതികളുടെ അർത്ഥശൂന്യവോ സാധാരണമായ ഒരു ചിരി ചിരിച്ചിട്ട് പോയി. ഞാൻ എൻ്റെ ദേവിയെയും പ്രതീക്ഷിച്ച് അങ്ങനെ ഇരുന്നു. എവിടെയോ മണിയടിച്ചു. ദേവിയുടെ ക്ലാസ് ഏതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ഞാൻ ഉത്കണ്ഠയോടെ ചുമ്മാ ഒരു സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു, ഒരു വാതിലിലൂടെ. അപ്പോഴതാ ദേവി കുറേ പെണ്ണുങ്ങളുടെ നടുക്ക് വെള്ള സാരി, വെള്ള ബ്ലൗസ്, ആ കറുത്ത ഫ്രെയിമുള്ള കണ്ണടയും വെളുത്തുരുണ്ട മുഖത്തിന് ആ കണ്ണട നല്ല അഴക് എന്നും വിചാരിച്ചിരിക്കുമ്പോൾ ഒരു സംഗതി. ദേവി പണ്ടത്തെ മാതിരി മുടി വലിഞ്ഞ് അപ്പം പോലെ കെട്ടിവെച്ചിരിക്കുന്നു. ചില ചുമന്ന റോസാപ്പൂക്കളും തിരികിയിട്ടുണ്ട്. ഞാനിരുന്ന ഭാഗത്തേക്ക് ഒന്ന് നോക്കി. കണ്ടോ എന്തോ ആകപ്പാടെ പ്രതിഷേധം തന്നെ. എന്നോടുള്ള ഭയങ്കര എതിർപ്പാണ് ആ കെട്ടിവെച്ചിരിക്കുന്ന മുടി. ആട്ടെ വരട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്ത്രീ സംഘത്തോട് ഒരുമിച്ച് ദേവി നടന്നു വരുന്നു. ഇടയ്ക്ക് എന്നെ കണ്ടു. നറും മന്ദഹാസത്തോടെ ഒരു വെമ്പൽ. അതിനെ തടഞ്ഞിട്ട് ഓ വിശേഷമൊന്നുമില്ല എന്ന മട്ടിൽ പതുക്കെ വന്നു. എന്താ പോയില്ലേ? ഇല്ല, ആ പുസ്തകം കിട്ടിയിട്ടുണ്ട്. ഒരു അധ്യാപക പൗരൻ. ഞാനത് കൊടുത്തു. ദേവിക്ക് സന്തോഷമായി. ആ പുസ്തകം വന്ന എൻ്റെ അഡ്രസ്സുള്ള കവറും ദേവി എടുത്തു. ദേവിയുടെ പുസ്തകങ്ങളുടെ കൂടെ കറുത്ത ചട്ടയുള്ള ദ നൈറ്റ് ഈസ് ഹെവി അതുമുണ്ടായിരുന്നു. പല യുവതികളും വന്നു. പല യുവക്കന്മാരും വൃദ്ധന്മാരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ദേവി എന്നെ പരിചയപ്പെടുത്തി. വൈക്കം മുഹമ്മദ് ബഷീർ, ദി ഫേമസ് റൈറ്റർ. നോട്ട് സോ വെരി ഫേമസ് എന്ന് ഞാനും പറഞ്ഞു. ദേവി എന്തോ എടുക്കാനായി കുഞ്ഞപ്പോൾ മുടിക്കെട്ടിൽ നിന്നും പൂവ് ഒന്ന് താഴെ വീണു. അത് എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ചോദിച്ചില്ല. മറ്റു വളരെ പെൺകുട്ടികൾ എന്ന് വെച്ചാൽ യുവതികൾ, മാസ്റ്റർമാരും. ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പുസ്തകം വന്നു. ദേവി അവരുടെ സാഹിത്യ സമാജം സെക്രട്ടറിയെ പരിചയപ്പെടുത്തി. സുന്ദരിയായ ഒരു യുവതി. നറും മന്ദഹാസം ഉള്ളിലൊതുക്കിക്കൊണ്ട് അവർ നിന്നു. നാടകം ഞാൻ എഴുതുന്നുണ്ട്. എന്ത് പ്രതിഫലം തരും? ദേവി പറഞ്ഞത് തക്കതായ പ്രതിഫലം തരാമെന്നാണ്. ഞാനൊന്നും തരികില്ല. ചുമ്മാ കിട്ടണമോ? അതെ, ഞാൻ പറഞ്ഞു. ഞാനൊരു എഴുത്ത് തൊഴിലാളിയാണ്. അപ്പോൾ നീണ്ടുമെലിഞ്ഞ് ഇരുനിറത്തിലുള്ള ഒരു നായർ യുവതി അവിടെ വന്നു. അവരുടെ പേര് സുമതി എന്നാണെന്ന് ദേവി പരിചയപ്പെടുത്തി. സുമതി പുരോഗമന സാഹിത്യം, കലയും സന്മാർഗബോധവും എന്നീ വിഷയങ്ങളെപ്പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എങ്കിലും
വർത്തമാനം മൂത്തു. ഞാൻ ഏതാണ്ട് ഒരു അരമണിക്കൂർ വളരെ ശക്തിയോടെ പ്രസംഗിച്ചു. പെൺകുട്ടികൾ മിണ്ടാതായി. അതിനിടെ ദേവി ചായ വരുത്തിയിരുന്നു. ബെല്ലടിച്ചപ്പോൾ ഞാൻ ഇറങ്ങി. 4 മണിക്ക് ഞാൻ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മറ്റേ വഴിയെ വരാം. ഒരിക്കൽ കൂടി ആ മനോഹര മുഖത്ത് ഞാൻ നോക്കി. എനിക്ക് ഉമ്മ വയ്ക്കണമെന്ന് തോന്നി. ഞങ്ങൾ മന്ദഹസിച്ചു. ഞാൻ പോന്നു. മുറിയിൽ വന്ന് എണ്ണയും കുഴമ്പും തേച്ച് കുളിച്ചു. ഷേവ് ചെയ്തു. അലക്കിയ വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് US എന്ന പുസ്തകവുമായി വാതിൽ പൂട്ടി വെളിയിലിറങ്ങി നടന്നു. വഴിക്ക് ഒരു സംഭവം ഓർമ്മ വന്നു. കോളേജിൽ വച്ചുള്ള വർത്തമാനത്തിനിടയ്ക്ക് ദേവി പറഞ്ഞു മറ്റുള്ളവരോട് വളരെ അഭിമാനത്തോടെ, ബഷീറിനെ പറ്റി രാജ പറഞ്ഞത് കേട്ടോ, കാര്യവിവരത്തോടെ സംസാരിക്കുന്നു, നൈസ്മാൻ എന്ന്. ഞാൻ അങ്ങനെ നടന്നു. സമയം വളരെ ഉണ്ടായിരുന്നു. 2-3 ഹോട്ടലുകളിൽ കയറിയിരുന്നു. ആവശ്യമില്ലാതെ ചായ കുടിച്ചു. ഒടുവിൽ മണിയടിച്ചു. വളരെ യുവതികളുടെ കൂടെ ദേവി വെളയിൽ ഇറങ്ങി ഗേറ്റ് കടന്ന് വലതുവശത്ത് തിരിഞ്ഞു നടന്നു. മറ്റുള്ളവർ എല്ലാം ഇടവഴിക്ക് പോയി. ദേവി കുറേ ദൂരം എത്തിയപ്പോൾ ഞാൻ പുറകെ നടന്നു. ഇടവഴിയിൽ കയറിയപ്പോൾ ദേവി എന്നെ കണ്ടു. ഹൃദയം കൊണ്ട് നിറഞ്ഞ പുഞ്ചിരി തൂകി. വല്ലാതെ അവകാശം എന്ന മട്ടിൽ എന്നെ നോക്കി. എന്താ പോകാതിരുന്നത്? ഞാൻ പുസ്തകം കൊടുത്തു. ദേവി വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചത് ദേവി വാങ്ങി. ഞാൻ പറഞ്ഞു, ദേവി ഇപ്പോൾ പറയുന്നത് അടുത്ത നിമിഷത്തിൽ മറക്കും. എന്നോട് പറഞ്ഞിരുന്നു ആ ലേഖനം നോക്കിയിട്ട് പോയാൽ മതിയെന്ന്. KS അത് ഇതുവരെ പ്രസ്സിൽ എത്തിച്ചിട്ടില്ല. ഓഹോ. നിശബ്ദത. ഞങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ്. ദേവി ചോദിച്ചു, എൻ്റെ എഴുത്ത് കഥ കൊണ്ടുവന്നോ? ഇല്ല, ഞാനൊരു നോവലിൽ ഉപയോഗിക്കാൻ പോകുന്നു. പ്ലോട്ടിൻ്റെ ക്ഷാമം കൊണ്ടല്ല. ദേവിക്ക് നിർബന്ധമാണെങ്കിൽ തന്നേക്കാം. ദേവി അല്പം ഒന്ന് പരുങ്ങി. എൻ്റെ സ്വരം വേദനപ്പെടുത്തിയിരിക്കണം. വേണ്ട, കത്തിച്ചു കളഞ്ഞേക്കൂ. നിശബ്ദത. കുറേ കഴിഞ്ഞ് അറുത്തുമുറിച്ച മട്ടിൽ ദേവി പറഞ്ഞു, ഇനി ഞാൻ എഴുത്തയക്കുകയില്ല. എന്നെ കാണാൻ കോളേജിൽ വരികയും അരുത്. കാരണം നാളെ എഴുതി അറിയിക്കാം. എനിക്ക് ഉത്കണ്ഠയായി. ദേവിയുടെ മനസ്സിരിപ്പെന്ത്? ഇതെന്തൊരു കുഴപ്പമാണ്? പറയൂ ദേവി, എന്താണ് കാരണം? എന്നെ വിഷമിപ്പിക്കരുത്. ഇപ്പോൾ പറയൂ. പറയാൻ വയ്യ. എന്നാൽ എഴുതണ്ട, ഞാൻ ദുഃഖത്തോടെ പറഞ്ഞു. കലാകാരന്മാരോട് കൂടുതൽ അടുക്കരുതെന്ന് എൻ്റെ ആ കൂട്ടുകാരി പറഞ്ഞു. വേണ്ട, അടുക്കണ്ട. ദേവി വല്ലാത്ത നോട്ടത്തോടെ ഇംഗ്ലീഷിൽ. എന്നെ അധികം ആകർഷിക്കല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താകർഷണം? ഞാൻ ആരെ ആകർഷിക്കുന്നു? ദേവി പറഞ്ഞു. കുറച്ചിലാവും. എന്തു കുറച്ചിൽ? നമ്മൾ തമ്മിൽ ഒന്നുമില്ലല്ലോ. എൻ്റെ മനസ്സ് ചാകാൻ പോയി. അങ്ങനെ നടക്കുമ്പോൾ ദൂരെ നിന്ന് എതിരെ KS വരുന്നത് കണ്ടു. അയ്യോ, ചത്താ മതി. അതാ KS. വരട്ടെ. കുറച്ചിലായി. KS ഊഹിക്കുന്നുണ്ട്. ഊഹിക്കട്ടെ. ധൈര്യമായിരിക്കൂ. അഭിമുഖീകരിക്കൂ. പുരുഷന്മാർക്ക് ഇങ്ങനെയൊക്കെ പറയാം. ആട്ടെ, ധൈര്യം അവലംബിക്കൂ. അയ്യോ, വല്ലാതെ എന്നെ നോക്കി. ഞാൻ വല്ല ഗട്ടറിൽ നിന്നും കയറി വന്നതാണോ? ധൈര്യമായിരിക്കൂ. KSന് എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഇപ്പോൾ സ്നേഹമില്ലേ? എന്നോട് സംസാരിച്ചാൽ അദ്ദേഹത്തിന് എന്തസൂയ? KS അടുത്തു വന്നു. ഒരു വളിച്ച് പൊളിച്ച ചിരി. കുറുക്കനെ പിടിച്ച് കുടഞ്ഞിട്ട് നോക്കും പോലെ. ദേവി നറും മന്ദഹാസത്തോടെ. അധ്യാപക പൗരൻ കിട്ടി. ബഷീർ കൊണ്ടുവന്നു. KS കോട്ടയത്തേക്ക് എഴുതിയോ? ഇല്ല. എന്താ അത്? എഴുതിയില്ല. ഞാനൊരു സിഗരറ്റിന് വെച്ച് നീട്ടി. KS വാങ്ങിയില്ല. എന്താണ് കുഴപ്പം? ഒരു കമ്മ്യൂണിസ്റ്റ് വിവാഹിതൻ എന്നോട് അസൂയയോ? ആ ആർട്ടിക്കിൾ പ്രസ്സിലെത്തിച്ചോ? ഇല്ല. എന്താ അത്? എത്തിച്ചില്ല. ഇന്ന് കൊടുക്കാം. അങ്ങനെ പിരിഞ്ഞു. എനിക്ക് ചിരി വന്നു. അത്ഭുതവും. ലോകത്തുള്ള എല്ലാവരുമായി ദേവി സംസാരിക്കും, ചിരിക്കും. പക്ഷേ എന്നോടത് ചെയ്താൽ ആളുകൾക്ക് അസൂയ. ദേവി എന്താണിത്? KSന് അസൂയയോ? കുറച്ചിലായി. KS എന്തു വിചാരിക്കും? KS ആരാണ്? ദേവിക്ക് ആരോട് സംസാരിക്കാൻ, ചിരിക്കാം. അതിലെനിക്ക് അസൂയ തോന്നുന്നില്ലല്ലോ. പിന്നെ ഒരു വിവാഹിതനെ? ദേവി ഒന്നും പറഞ്ഞില്ല. ചിരിച്ചു. കുറേ കഴിഞ്ഞ്, ഇനി എന്നെ കാണരുത്. എനിക്ക് എഴുത്തും അയക്കരുത്. കാരണം വിവാഹം ചെയ്യാൻ പോകുന്നോ? അല്ല. പറയൂ. എൻ്റെ മുഖത്ത് നോക്കി. ഞാനും വ്യസനത്തോടെ നോക്കി. ഞങ്ങൾ നടന്നു. ദേവി പറഞ്ഞു, നാളെ 10 മണിക്ക് കാലത്ത് പാലസിൻ്റെ അടുത്ത് കാണുമോ? എന്തിനാണ്? എഴുത്തു തരാം. എൻ്റെ ഹൃദയം നൊന്തു. പെണ്ണ്. എന്ത് ബോംബാണ് നാളെ പൊട്ടിക്കാൻ പോകുന്നത്? ഞങ്ങൾ നടന്നു. ദേവിയുടെ വീടിനടുത്തെത്തി. വരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്ത്. ഞങ്ങളെ കണ്ടപ്പോൾ ഒരു മ്ലാഞ്ചൻ ചിരിച്ചു. ദേവി ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു കൊണ്ട് നിന്നു. ഞാൻ KSൻ്റെ വീട്ടിൽ കയറി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റുമുണ്ട്. ഞാൻ അവിടെയുള്ള ചെറുപ്പക്കാരനോട് സംസാരിച്ചു. നാളെ പോകും. ഇനി എന്നാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തരാനുള്ള രൂപ തരാമോ? ഇല്ലെങ്കിൽ അയച്ചാൽ മതി. ഞാൻ ഇറങ്ങി. അപ്പോഴും ദേവി മന്ദഹസിച്ച് ആ ചെറുപ്പക്കാരനോട് സംഭാഷണം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അയാൾ അറ്റൻഷനായി മന്ദഹാസത്തോടെ നിൽക്കുന്നു. എന്നെ കണ്ടപ്പോൾ. ഇത് സാഹിത്യകാരന്മാർക്ക് രസിക്കുന്നതല്ല. സ്റ്റുഡൻസിൻ്റെ കാര്യം. ഓ, ഞാൻ പോകുന്നു. ദേവി മന്ദഹസിച്ചു. എന്നുവെച്ചാൽ എന്നെ കടാക്ഷിച്ചു. എന്നുവെച്ചാൽ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ച മാതിരി. ഞാൻ പോന്നു. നാളെ എന്താണ് ഉണ്ടാവുക? രാത്രി വളരെ കഴിഞ്ഞാണ് ഞാൻ ഉറങ്ങിയത്. മുഴുവൻ സമയവും ദേവിയെപ്പറ്റി തന്നെ ചിന്തിച്ചു. സരസ്വതി ദേവി എന്തൊരു പെണ്ണാണ്. നാളെ എന്തുണ്ടാവും?
ഭാവി എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഉണർന്നു. പ്രേമം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു മുറ്റി നിൽക്കുകയാണ്. ചൂടും മധുരവും സുഗന്ധവുമുള്ള പാല് പോലെ. ഈ വിധമാണ് എനിക്ക് തോന്നിയത്. ദേവി എൻ്റെ അരികിൽ കിടക്കുന്നത് പോലെ. ദേവി ഉണരൂ, സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കിടക്കയിൽ എണീറ്റിരുന്നു. കുളി മുതലായവ കഴിഞ്ഞ് 9:15 മണിയോടെ ഞാൻ പോയി. കയ്യിൽ 2 എഴുത്തുകളും ഉണ്ടായിരുന്നു. ദീർഘമായ ആത്മകഥയും അതിനു മുമ്പുള്ളതും. ഞാൻ പാർക്കിനടുത്ത് ചെന്നിരുന്നു. വിസ്തൃതവും ദീർഘവുമായ പാതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ദേവിയെ കണ്ടു. റിക്ഷയിൽ വരുന്നു. ശുഭ്രവസ്ത്രധാരിണിയായി. ഞാൻ എണീറ്റു. ഞാൻ നിൽക്കുന്നിടത്തേക്ക് വണ്ടി വന്നു. ഞാൻ ഇന്ന് ലീവ് എടുക്കും. അമ്മയുടെ അനുജത്തി മരിച്ചു. അമ്മ നാട്ടിലേക്ക് പോയി. ഞാൻ വ്യസനിക്കുന്നു. ഞാൻ പോകട്ടെ. എന്നെ ഇനി കാണരുത്. എഴുത്തും വായിക്കരുത്. ഉത്തരവ് പോലെ. ഞാൻ കാണും. ഞാൻ ഇന്ന് പട്ടാമ്പിയിൽ പോകും. എഴുത്തെവിടെ? ഒരു പുസ്തകത്തിൽ വെച്ച് തന്നിട്ട് എൻ്റെ കണ്ണിൽ നോക്കി മന്ദഹസിച്ചിട്ട് പോയി. ഞാൻ പിറകെ നടന്നു. വഴിക്ക് കത്ത് പൊളിച്ച് നോക്കി. വെള്ളക്കവർ, അകത്ത് ഒരു തുണ്ടു കടലാസ്, എഴുത്ത് പെൻസിൽ കൊണ്ട്. എഴുത്ത് വായിച്ച് ഞാൻ സന്തോഷിച്ചു, ചിരിച്ചു, നടുങ്ങി കരയാൻ തുടങ്ങി. വീണ്ടും ചിരിച്ചു. ഹൃദയം നിറഞ്ഞു പൊട്ടാൻ പോകുന്നത് പോലെ. ദേവി എഴുതിയിരിക്കുകയാണ്. എൻ്റെ മാത്രമായ ബഷീർ. മാപ്പ്. അങ്ങ് മണത്തറിഞ്ഞു പരമാർത്ഥം. എൻ്റെ മനസാക്ഷിക്ക് വിരോധമായി എൻ്റെ ഹൃദയം അങ്ങയോടെടുക്കുന്നു. ഇന്നലെ മുതൽക്കല്ല, മാസങ്ങൾക്ക് മുമ്പ്, കാണുന്നതിന് മുൻപ്. സൗഹൃദത്തിൽ കഴിയാമെന്ന് ആഗ്രഹിച്ചു, ആശിച്ചു. പക്ഷേ സാധ്യമല്ല. ഹൃദയം കൈവിട്ടുപോയി. അങ്ങനെ ഒരു ജീവിതം സാധ്യമല്ല. ഇല്ല, ഒരിക്കലും. അങ്ങയുടെ മാറിൽ സഹർഷം, സപ്രേമം ഞാൻ എൻ്റെ തല ചായ്ക്കുമായിരുന്നു. അങ്ങൊരു മുഹമ്മദീയൻ. ദൈവമേ, മാപ്പ്. എൻ്റെ എഴുത്ത് മടക്കൂ. പ്രതികാര ബുദ്ധി വരിക്കരുത്. തെറ്റ് എൻ്റേതാണ്. ആശ തന്നതും കൊന്നതും ഞാനാണ്. മാപ്പ്. തുറന്ന ഭയങ്കരമായ ഒരു പരമാർത്ഥം. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ അമ്മയെ കൊല്ലില്ല. ഞാൻ ചത്താലും അതുണ്ടാവില്ല. ചത്തു ജീവിക്കുക തലവിധി. തിങ്കളാഴ്ച ഈ എഴുത്ത് മടക്കി കിട്ടാനാണ് ഞാൻ കോളേജിൽ പോകുന്നത്. കവറൊട്ടിക്കുന്ന ഭാഗത്ത് സ്റ്റാമ്പ് ഒട്ടിച്ചയക്കുക. അത് കഴിഞ്ഞാൽ ഞാൻ ലീവ് എടുക്കും. 1 മാസത്തേക്ക് ഇവിടമിടാൻ പോകുന്നു. എൻ്റെ ആഗ്രഹം നിറവേറ്റുക. എന്നെ മനോവേദനപ്പെടുത്തരുത്. സർവ്വതും നശിച്ചു, സർവ്വതും കഴിഞ്ഞു. അവസാനമായി മാപ്പ്. എന്നെ കാണരുത്. എനിക്ക് എഴുതരുത്. അന്ത്യനമസ്കാരം. ഹൃദയമേ മാപ്പ്. ദേവി. വഴിക്ക് വെച്ച് തന്നെ ദേവിയുടെ എഴുത്ത് ഞാൻ വായിച്ചു. വേദനയും സന്തോഷവും തോന്നി. പരിഭ്രമത്തോടെ ഞാൻ പിറകെ ചെന്നു. ഓടിച്ചെന്നു. വണ്ടി ദൂരെയാവുകയാണ്. ഞാൻ കുറുക്കുവഴിയെ വേഗം നടന്നു. ഞാൻ ചെന്നപ്പോൾ ദേവി കോളേജിൽ നിന്ന് മടങ്ങുകയാണ്. എന്നെ കണ്ടോ എന്തോ. ഞാനും ഒരു വണ്ടി പിടിച്ചു. വണ്ടിക്കാരനോട് ഓടാൻ പറഞ്ഞു. ദേവിയുടെ ഒപ്പം ചെന്നു. ഷൗസാദി എന്ന് ഞാൻ വിളിച്ചു. കേട്ടോ എന്തോ. എൻ്റെ വണ്ടി മുമ്പിൽ കയറി. മന്ദഹാസത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഞാൻ ഉറക്കെ പറഞ്ഞു, ഐ ലവ് യു. ഞാൻ വണ്ടി നിർത്തി. പോയിക്കോളൂ, ദേവി പറഞ്ഞു. എഴുത്തയക്കരുത്. കോളേജിൽ വരരുത്. ഞാൻ വീട്ടിൽ വരും. എനിക്ക് കാണണം. വേണ്ട, എനിക്ക് സംസാരിക്കണം. നിശബ്ദത. വണ്ടി നിന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നു. ദേവിയുടെ എഴുത്ത് ഞാൻ താമസ സ്ഥലത്ത് ചെന്ന് ഒരു 100 ആവർത്തി വായിച്ചു. ആനന്ദം തോന്നി. വളരെ ധൈര്യവും. ഞാൻ ചിരിച്ചു. 2 ദിവസമുണ്ടല്ലോ മറുപടി അയക്കാൻ. ദേവി എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ദേവിയെയും. ഞാൻ പലതും വിഭാവന ചെയ്തു. ഞങ്ങൾ വിവാഹം ചെയ്യുന്നത്, കോളിളക്കം ഉണ്ടാവുന്നത്, അതൊക്കെ ജയിച്ച് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. ഞാൻ മറുപടി എഴുതി. പകൽ മുഴുവനും, രാത്രി വേറൊന്നും എഴുതി. വളരെ ദീർഘമായത്, വിപ്ലവകരമായത്. എല്ലാം വലിച്ചു കീറി തുണ്ടാക്കി വീണ്ടും ഒന്നെഴുതി. പ്രിയെ എന്ന് സംബോധന ചെയ്തുകൊണ്ട്. വിപ്ലവകാരിയായ എൻ്റെ നാഥയെ എന്ന് സംബോധന ചെയ്തുകൊണ്ട്. ദീർഘമായ ഒരു കത്ത്. ഒപ്പിട്ട് കഴിഞ്ഞ് രാത്രി അത് നന്നായി പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിനൊരു വിഷമം. സത്യമായും ദേവി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദേവിക്ക് അനേകം പരിചയക്കാരുണ്ടല്ലോ. അതിൽ കാമുകന്മാരും കാണുമില്ലേ? വളരെ എഴുത്തുകൾ കിട്ടുന്ന ഒരു സ്ത്രീ. ഞാൻ ദേവിയുടെ എഴുത്ത് വീണ്ടും വായിച്ചു. വാക്കുകൾ സത്യങ്ങളാണോ? അതിൻ്റെ പിന്നിൽ ഹൃദയമുണ്ടോ? എന്നെ കാണരുത്, എനിക്ക് എഴുതരുത്. എന്താണ് അർത്ഥം? എൻ്റെ മാത്രമായ ബഷീർ. ഇതിന് വല്ല അർത്ഥവുമുണ്ടോ? അങ്ങയുടെ മാറിൽ സഹർഷം, സപ്രേമം ഞാൻ എൻ്റെ തലച്ചായ്ക്കുമായിരുന്നു. അങ്ങൊരു മുഹമ്മദീയൻ. ഇത്രയുള്ളൂ പ്രതിബന്ധം. ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നില്ലേ സരസ്വതി ദേവിക്ക്? ഞാൻ എഴുതിയ കത്ത് എല്ലാവരിനുമായുള്ള ദീർഘമായ ഒരു മറുപടിയായിരുന്നു. വിപ്ലവകാരിയായ എൻ്റെ ദേവി, വരൂ. ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസൽമാൻ്റെയോ പാഴ്സിയുടെയോ യഹൂദിൻ്റെയോ സിഖുകാരൻ്റെയോ അടുത്തേക്കല്ല, കലാകാരനായ നിൻ്റെ ആത്മസഖാവിൻ്റെ അടുത്തേക്ക് വരൂ. ഇങ്ങനെ വളരെ സംഗതികളുള്ളത്. പക്ഷേ ആകെ വിഷമം തോന്നി. അയക്കരുതെന്നൊരു ബോധം. മനസ്സിലെന്തോ വിഷമം. മത്തുള്ളത് ഞാനെന്തോ കഴിച്ച മാതിരി. എഴുത്തും വച്ച് ഞാൻ കിടന്നു. 2 മണിയായി കാണും. ദേവിയെ ആദ്യം കണ്ടതു മുതൽക്കുള്ള സംഗതികൾ ഞാൻ ഓർത്തു. എല്ലാം ഓർത്തു. നാളെ വെറും കൈയോടെ പോകണം. കണ്ടു ചോദിക്കണം. സത്യമായും ദേവി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ കിടന്നു. കുറേ കഴിഞ്ഞ് ഉറങ്ങിക്കാണണം. വെളുപ്പിന് 7 മണിക്ക് ഞാൻ ഉണർന്നു. സജീവമായ ഒരു സ്വപ്നത്തിൻ്റെ ഓർമ്മയോടെ. 1 അല്ല 2 സ്വപ്നങ്ങൾ തുടരെ. ആദ്യത്തേത് ഒരു വെള്ളക്കുറുക്കൻ. പെണ്ണാണെന്ന് തോന്നുന്നു. ഞാനതിനെ ശക്തിയുള്ള ഒരു വെള്ളക്കയറിൽ പിടിച്ചിരിക്കുകയാണ്. കയറ് അതിൻ്റെ കഴുത്തിൽ. ഞാനതിനെ കയറിൽ തൂക്കി നിലത്തടിച്ചു. വളരെ പ്രാവശ്യം. കൊന്നില്ല. പദം വരുത്തിയിട്ട്
അത് കഴിഞ്ഞുള്ളത് വളരെ ചെറുപ്പം മുതലേ എന്നോട് വളരെ പ്രേമം കാണിച്ചിട്ടുള്ളതും എനിക്ക് വളരെ പ്രേമം ഉപബോധ മനസ്സിൽ ഉള്ളതുമായ ഒരു പെൺകുട്ടി. 15 വയസ്സ് കാണും, ബേബി. അവൾ എന്നെ ആവേശത്തോടെ കെട്ടിപ്പിടിച്ച് എൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ചു. ഈ ഓർമ്മയോടെ ഞാൻ ഉണർന്നു. അപ്പോൾ ആദ്യത്തേതും ഓർത്തു. 3-4 ദിവസം മുമ്പ് എന്നെ ഒരു മൂർഖൻ പാമ്പ് കൊത്തിയതായും സ്വപ്നം കണ്ടു. വിഷം ഉടനെ കയറുമെന്ന് വിചാരിച്ചാണ് കിടന്നത്. സരസ്വതി ദേവി, കുറുക്കൻ, ബേബിയുടെ ചുംബനം, ഇതിനൊക്കെ വല്ല അർത്ഥവുമുണ്ടോ? ഞാൻ വിഷമത്തോടെ കക്കൂസിൽ പോയി കുളിച്ചു, ഷേവ് ചെയ്തു, ചായ കുടിച്ചു, അലക്കിയ വസ്ത്രം ധരിച്ചു. ദേവി വരുന്ന വഴിക്ക് ചെന്ന് നിൽക്കാൻ ഉറച്ചു. അപ്പോൾ ഒരു തോന്നൽ, ഒരു ചെറിയ കുറിപ്പ് കൊടുക്കണം. ദീർഘമായ കത്തിൽ നിന്ന് ഞാനത് പകർത്തി. എന്നിട്ട് ഖബറിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി: ടു മൈ ക്യൂൻ. കത്തുമായി ഞാൻ ചെന്നു. 2-3 പെൺകുട്ടികളുടെ കൂടെ സരസ്വതി ദേവി വരുന്നു. തനി കറുപ്പ് വസ്ത്രം. എന്നെ കണ്ടപ്പോൾ ഒരു നടുക്കം പോലെ. മുഖം ആകെ വിളറി കറുത്തു. ബോധം കെട്ട് വീഴാൻ പോകുന്നത് പോലെ. അവശത. പുസ്തകം പിടിച്ചിരിക്കുന്ന കൈകൊണ്ടും കണ്ണുകൊണ്ടും എന്തോ എന്നെ വിലക്കി. ഭയമെന്തിന്? എന്നെ പേടിക്കണ്ട. ഞാൻ വിളിച്ചു, ദേവി. ദേവി നിന്നു. മറ്റുള്ളവർ നിന്നു. ലീവ് എടുക്കണ്ട. കത്ത്. വിചാര വിപ്ലവം എന്ന പുസ്തകത്തിൽ വെച്ച് ഞാൻ കൊടുത്തു. അകത്തൊരു കത്തുണ്ട്, സൂക്ഷിക്കൂ. ദേവി നടന്നു. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഉണങ്ങിയ സ്വരത്തിൽ വിചാര വിപ്ലവം എന്ന് പറഞ്ഞു നടന്നു. ദേവി എന്തിനു ഭയപ്പെടുന്നു? കണ്ടു സംസാരിക്കണം, പേടി തീർക്കണം. ഞാൻ ചെന്നു. വണ്ടി പിടിച്ചു ചെന്നു. സർക്കാർ ഹൈസ്കൂളിൻ്റെ വാതിൽക്കൽ നിന്നു. ദേവി അകത്തുണ്ട്. എന്നെ കണ്ടോ എന്തോ. അവിടെ നിന്ന് വരുന്നില്ല. പോയിരിക്കണം. ഞാൻ പോന്നു. സ്ഥലം വിടാമെന്നുറച്ചു. വീട്ടിൽ പോകാം. ഞാൻ തീർച്ചയാക്കി. ബാങ്കിൽ നിന്ന് 500 രൂപ എടുത്തു. ഒരു പുതിയ ഷൂസ് വാങ്ങി. ഒരു കത്ത് കൂടി അയച്ചാലോ? ഭയപ്പെടേണ്ട, സന്തോഷമായിരിക്കൂ. വേണ്ട. ദേവിക്ക് കൊടുത്ത കത്ത് ഇതാണ്. എൻ്റെ മാത്രമായ സരസ്വതി ദേവി, നാം പരസ്പരം സ്നേഹിക്കുന്നു, പരസ്പരം ബഹുമാനിക്കുന്നു. അന്ത്യം വരെ നാം ഒരുമിച്ച് പോകണം. വരൂ, എൻ്റെ വക്ഷത്തിൽ തല ചായ്ക്കൂ. ഞാനൊരു കലാകാരനാണ്. ഞാൻ എൻ്റെ നാഥയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കട്ടെ. ആ ചുണ്ടുകളിൽ, ആ കണ്ണുകളിൽ, ആ മൂർധാവിൽ, ആ കഴുത്തിൽ, ആ മാറിടത്തിൽ. ദേവി വരൂ, എൻ്റെ നാഥ വരൂ. പുതുലോകം സൃഷ്ടിക്കുവാൻ വിപ്ലവഗാനമായി നീ വരൂ. സരസ്വതി ദേവി, പ്രിയെ വരൂ. ഞാൻ കാക്കുന്നു. നിൻ്റേത് മാത്രമായ ബഷീർ.